കുവൈറ്റിലെ കണ്ണീർ മഴയുടെ ചാറ്റൽ ഇനിയും ഇവിടെയും അവസാനിച്ചിട്ടില്ല. ഹൃദയം നുറുങ്ങുന്ന വേദനകളുമായി പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ ശരീരങ്ങളിൽ കാത്തിരിക്കുകയാണ് ബന്ധുക്കൾ. കൊല്ലം സ്വദേശികളായ സാജൻ ജോർജിൻ്റെ സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം നടക്കും. അടുത്ത ബന്ധുക്കളെത്താൻ വേണ്ടിയാണ് സംസ്കാരം നീട്ടിയത്. സാജൻ ജോർജിൻ്റെ വീട്ടിൽ നിന്ന് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ദിലീപ്, എപ്പോഴേക്കാണ് മൃതദേഹം അവിടെ എത്തിക്കുക? എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ആ സ്ഥലത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴേക്കായിരിക്കും ക്രമീകരണങ്ങൾ? ഡോക്ടർ അരുൺകുമാർ, വിങ്ങുന്ന ഹൃദയത്തോടുകൂടിയാണ് ഈ സാജൻ്റെ ബന്ധുക്കളും പുനലൂർ നരിക്കൽ പ്രദേശത്തെ നാട്ടുകാരും നിൽക്കുന്നത്. ഇന്നലെ ജില്ലാ അതിർത്തിയിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയിരുന്നു. ജില്ലാ ഭരണകൂടം ഏറ്റുവാങ്ങി ഇവിടെ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവരും. പൊതു ദർശനമുണ്ടാകും. അതിനുശേഷമായിരിക്കും നരിക്കൽ മർത്തോമ പള്ളിയിൽ സംസ്കാരമുണ്ടാകുക. കൊട്ടാരക്കര പുനലൂർ മർത്തോമ സുറിയാനി സഭയുടെ ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പയുടെ കാർമ്മികത്വത്തിലായിരിക്കും ഈ സംസ്കാര ശുശ്രൂഷകൾ നടക്കുക. സഹോദരി ആൻസി ഓസ്ട്രേലിയയിലായിരുന്നു. അവർ ഇന്നലെ രാത്രിയോടെയാണ് ഈ സ്വന്തം വീട്ടിലെത്തിയത്. ഇന്ന് രാവിലെ 10 മണിയോടെ എത്തുന്ന മൃതദേഹം ഏകദേശം ഒരു 12-1 മണി വരെ പൊതുദർശനമുണ്ടാകും. വലിയ ഒരു ആൾക്കൂട്ടം ഇങ്ങോട്ട് വരുമെന്ന് തന്നെയാണ് ഈ നാട്ടുകാരടക്കം പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഇവിടെ അടൂർ ഒരു കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്നു. അപ്പോൾ നിരവധി ആളുകളുമായി ബന്ധമുണ്ട്. മാത്രമല്ല ഈ നാട്ടിലെ പല കാര്യങ്ങളിലും സാജൻ പങ്കെടുത്തിരുന്നു. അങ്ങനെ സാജന് ഏറെ സൗഹൃദ വലയമുണ്ടായിരുന്നു. 29 വയസ്സാണ് സാജൻ അടുത്ത തവണ വരുമ്പോൾ വിവാഹം അടക്കം നടത്തണമെന്നായിരുന്നു ബന്ധുക്കളെല്ലാം തീരുമാനിച്ചിരുന്നു. 1.5 മാസം മുൻപായിരുന്നു സാജൻ കുവൈറ്റിലേക്ക് പോയത്. ആദ്യ ശമ്പളം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. എല്ലാ ദിവസവും രാവിലെയും രാത്രിയും അപ്പച്ചനെയും അമ്മച്ചിയും ഫോണിൽ വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ അപകടം നടന്ന ദിവസം വിളിച്ചിട്ടില്ല. അന്നടക്കമുള്ള ഈ അമ്മയുടെ കരച്ചിൽ നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. അത്രമേൽ മനസ്സ് തകരുന്ന, ഹൃദയം തകരുന്ന ഒരു ദൃശ്യങ്ങളായിരുന്നു ആ വീട്ടിൽ നിന്ന്. ഇപ്പോൾ ബന്ധുക്കൾ ഓരോരുത്തരായിട്ട് ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ സാജനെ എത്ര നല്ല തോതിൽ, എത്ര നല്ല രീതിയിൽ യാത്ര അയക്കാൻ പറ്റുമോ അത്ര രീതിയിൽ തന്നെ വരുന്ന വഴിയിലെല്ലാം തന്നെ പൂക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സുകളും എല്ലാം വെച്ച് അദ്ദേഹത്തിന് മികച്ച രീതിയിലുള്ള ഒരു യാത്രയയപ്പ് നൽകണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ. അത്ര ചെറുപ്പത്തിൽ തന്നെ ഒരു കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അന്യനാട്ടിൽ പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു തീപിടുത്തത്തിൽ മരണമടയുന്നു. അങ്ങനെ ആണ് ഈ പള്ളിയായിട്ട് ഇദ്ദേഹം ഇവിടുത്തെ മർത്തോമ പള്ളിയിലെ യൂത്ത് വിങ്ങിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് സാജൻ. വളരെ സജീവമായിരുന്നു എന്ന് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 10 മണിക്കാണ് സാജൻ ജോർജിന്റെ മൃതശരീരം വീട്ടിലെത്തിക്കുക. വളരെ വേദനിപ്പിക്കുന്നതാണ്. കൊല്ലത്ത് പുനലൂരാണ് സാജന്റെ വീട്.